ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ പണ്ട് കാലത്ത് ഒത്തിരി ട്രെൻഡായിട്ടുള്ള ഒരു നെക്കാണിത്. ഇപ്പോൾ അത് വീണ്ടും ട്രെൻഡായിട്ട് വരികയാണ്. ഹൈനെക്കാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ ഹൈനെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയല്ല ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഹൈനെക്ക് ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വിവരണമുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാക്സി ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലിലാണോ ചെയ്യേണ്ടത്, ഏതളവിലാണോ ചെയ്യേണ്ടത്, ആ അളവിൽ ബാക്ക് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടത് അതെടുക്കുക. അതുപോലെ എത്രയാണോ ആം ഹോൾ വേണ്ടത്, ഷേപ്പ് വേണ്ടത്, സെയിം രീതിയിൽ തന്നെ എടുക്കുക. അതിൽ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്നിച്ച് കട്ട് ചെയ്യാനേ പാടില്ല. ബാക്ക് പീസ് മാത്രം കട്ട് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്ക് പീസിൽ നെക്ക് കട്ട് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ബാക്ക് പീസ് മാത്രം കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. നോർമലി നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് പോലെ. പക്ഷേ ഇവിടെ നമ്മൾ ബാക്ക് പീസിനേക്കാളും ഒരു 3.5 ഇഞ്ചോളം എക്സ്ട്രാ വേണം ഇതിൻ്റെ ഇറക്കമെടുക്കാൻ. ക്ലിയറായി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ടോട്ടൽ എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 3.5 ഇഞ്ച് കൂടി എക്സ്ട്രാ ഫ്രണ്ട് പീസിൽ കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ആ ഒരു 3.5 ഇഞ്ച് മുകൾ വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ബിഗിനേഴ്സാണ്, എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഇതെനിക്ക് കൃത്യമായി കിട്ടുമോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇറക്കം ഒരു 4 ഇഞ്ച് വരെ എടുക്കാം. അതായത് എക്സ്ട്രാ ഒരു 4 ഇഞ്ച് വരെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3.5 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. 3.5 ഇഞ്ച് മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വീതി കൂടി മാർക്ക് ചെയ്യാം. വീതിയും ഞാനിവിടെ 3.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ വീണ്ടും ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക വീതിയായിട്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു 4 ഇഞ്ച് വരെ എടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഇത് എക്സ്ട്രാ 3.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്, വീതിയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അളന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇവിടെ നമ്മൾ ഇറക്കം 3.5 ഇഞ്ച് കൃത്യമായി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വീതി ആ ഒരു 3.5 ഇഞ്ച് വരുന്നത് വരെയുള്ള വീതി 3.5 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ 2ഉം 4 ഇഞ്ച് എടുക്കുക കേട്ടോ. കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. ആ ഒരു അളവ് ഞാനിത് ഇതുപോലെ ഒരു സ്ക്വയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. അത് ഞാൻ എവിടെയാണ് വെക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് നമ്മൾ ആ 3.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തില്ലേ, നിങ്ങൾ 4 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെ വേണം നമ്മൾ ഈ ബാക്ക് പീസ് വെച്ച് കൊടുക്കാൻ. നമ്മുടെ കറക്റ്റ് അളവിൽ ഷോൾഡറും ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്ത ബാക്ക് പീസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ എടുത്ത ആ 3.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചിൻ്റെ ആ ലൈനിൻ്റെ തൊട്ട് താഴെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കറക്റ്റ് നമ്മൾ ആ 3.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ബാക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് കണ്ടോ, എൻ്റെ കൈ ഇപ്പോൾ വന്ന ആ ഒരു പോയിന്റിലൂടെ ബാക്കിയൊക്കെ എല്ലാ അളവുകളും സെയിം ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ആ 3.5 ഇഞ്ച് ഇറക്കവും 3.5 ഇഞ്ച് വീതിയും കൊടുത്ത ആ ഭാഗം കട്ട് ചെയ്യാതെ അത് എക്സ്ട്രാ മുകളിലേക്ക് വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ ബാക്ക് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തത് സെയിം രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ലിറ്റുള്ള ഒരു ടോപ്പിനാണ് കട്ട് ചെയ്തത്. അതേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനും ഒന്നും നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ കൃത്യമായി കാണുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബാക്ക് പീസിനേക്കാളും ഒരു 3.5 ഇഞ്ച് എക്സ്ട്രാ ഫ്രണ്ട് പോർഷനിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു ക്ലോത്തിലല്ല കട്ട് ചെയ്യുന്നത്, ക്യാൻവാസിലാണ്. അപ്പോൾ നമുക്ക് പേപ്പർ ക്യാൻവാസ് എടുക്കാം.
ഇതാ ഇവിടെ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് രണ്ടായി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ 4 ഇഞ്ചാണ് എടുത്തത് എങ്കിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ കൃത്യമായിട്ട് 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് താഴ്വശത്തേക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ ഇറക്കം ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ നോർമലി 6 ഇഞ്ചാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു നെക്കായതുകൊണ്ട് തന്നെ ഒന്ന് ടൈറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് 7 ഇഞ്ച്, 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 7 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. നോർമലി ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ ഒരു 7 ഇഞ്ച് മതിയാവും. ഇത്രയും കാര്യം ക്ലിയറായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ 7 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഒരു 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ നിന്നാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ഫസ്റ്റ് 3.5 ഇഞ്ച് വിട്ട ആ ഒരു പോയിൻ്റാണ്. അവിടെ നിന്ന് നെക്കിൻ്റെ ഇറക്കം 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 7 ഇഞ്ചിൽ നിന്നും ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത്രയും അളവുകളാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു 2.5 ഇഞ്ച്, ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റില്ലേ, അവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നോർമലി എല്ലാവർക്കും ആ 2.5 ഇഞ്ച് മതിയാവും. പക്ഷെ നല്ല തടിയുള്ള ഒരാളാണെങ്കിൽ അവിടെ ഒരു 3 ഇഞ്ച് എടുക്കാം. അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. നോർമലി സ്മോൾ, മീഡിയം, ലാർജ് സൈസുകാർക്കൊക്കെ ആ 2.5 ഇഞ്ച് മതിയാവും കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മൾ ആ 2.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇതൊക്കെ നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവുകളാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഏറ്റവും മുകളിലില്ലേ, നമ്മൾ നേരത്തെ 3.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, 1.25 അപ്പുറം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലോണം വീതി ആവുമ്പോൾ നമ്മുടെ ഈ നെക്ക് കറക്റ്റായിട്ട് നിൽക്കില്ല. ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെക്കിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ താഴ്വശത്ത് നിന്നും നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റില്ലേ, അത് രണ്ടും തമ്മിൽ ഒരു റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈപ്പിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ റൗണ്ട് നെക്കിനൊക്കെ ഷേപ്പ് ചെയ്യുന്നില്ലേ, സെയിം രീതിയിൽ വളരെ സാവധാനം മാർക്ക് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഷേപ്പ് ചെയ്യുന്ന സമയം കറക്റ്റായി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ 1-2 തവണ കറക്റ്റായി ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതാ മുകളിൽ നിന്നും താഴേക്കും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്തിട്ട്, അതായത് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരച്ചു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഇതാ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1-2 തവണ കറക്റ്റായിട്ട് വരച്ച് നോക്കുക. അതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഷേപ്പ് ഏതാണോ അതാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും മുകളിലേക്ക് ഇത് ജോയിൻറ്റ് ചെയ്യണം. അവിടെയും നമ്മൾ 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ താഴെ മാർക്ക് ചെയ്ത 1.25 ഇഞ്ച് സെയിം ആയിട്ട് മുകളിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ വരച്ച ലൈനിൻ്റെ പുറത്തുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നോർമലി നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന സംഭവമാണല്ലേ ഇത്. അപ്പോൾ ഒരു 1.25 ഇഞ്ച് തന്നെ നമ്മൾ പുറത്തോട്ട് വരച്ചു കൊടുക്കുക. 1 ഇഞ്ചൊക്കെ വരക്കുമ്പം ഒത്തിരി വീതി കുറഞ്ഞിട്ടായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മളിത് മുഴുവനായും ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതാ ഈ രീതിയിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതാ ഈ ഉള്ളിൽ മാർക്ക് ചെയ്ത പോയിന്റ് അതേപോലെ ആ മാർക്ക് ചെയ്ത ലൈനിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് താഴ്വശത്ത് മാർക്ക് ചെയ്ത ആ ഒരു 1.25 ഇഞ്ചില്ലേ, ആ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള ആ ഒരു ക്യാൻവാസ് പീസൊക്കെ അങ്ങ് മാറ്റി വെക്കാം. അതിന് ശേഷം ഈ കട്ട് ചെയ്ത പീസില്ലേ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശം വെക്കാൻ ഒരു ക്ലോത്ത് വേണം. നിങ്ങൾക്ക് സെയിം മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റെഡ് കളർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്കിനൊക്കെ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ സൈഡ് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനായും അങ്ങ് കട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരേണ്ട, ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അത് ഫോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഫ്രണ്ട് പോർഷൻ എടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ എക്സ്ട്രാ എടുത്ത ആ ഒരു പീസില്ലേ, ആ പീസിൻ്റെയും സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ സെൻറ്റർ പോയിൻ്റ് വളരെ മസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യോ കട്ട് ചെയ്യോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഒരുപോലെ വരുന്ന വിധം വെച്ച് കൊടുക്കുക. അതായത് ക്യാൻവാസ് മുകളിലേക്ക് വരുന്ന വിധം ആ ഒരു റെഡ് ക്ലോത്തും താഴ്വശത്തെ പീസിൻ്റെ നല്ല വശവും വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിൻ ചെയ്യുകയാണെങ്കിൽ ഇത് മൂവ് ചെയ്യാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സൈഡ് ഭാഗം കണ്ടോ, അതായത് മുകളിൽ നിന്നും നേരെ താഴ്വശത്തേക്ക് വന്നിട്ട് ഈ ഒരു മാർക്ക് ചെയ്യുന്ന പോയിന്റിലൂടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നോർമലി നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് തന്നെ കേട്ടോ. ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ആ ക്ലോത്തിൽ, അതായത് സെൻറ്ററിലുള്ള ആ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ വെക്കാം. ഇനി ഈ സൈഡ് ഭാഗം കണ്ടോ, നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡിൽ ആ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തടുത്തായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചിടുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനെ മോശം വശത്തേക്ക് തിരിച്ചിടുക. റെഡ് ക്ലോത്തിനെ എക്സ്ട്രാ എടുത്ത ആ ഒരു ക്ലോത്തിനെ മോശം വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വളരെ കുറച്ച് സ്റ്റിച്ചിങ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പോർഷൻ എടുക്കാം. എന്നിട്ട് ഈ ബാക്ക് പോർഷൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം വെക്കുക. ബാക്ക് പോർഷൻ്റെയും നല്ല വശം തന്നെ ആയിരിക്കണം വെക്കേണ്ടത്. കറക്റ്റായിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്നും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മുകളിലുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. മുകളിൽ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ഭാഗം ചെയ്യേണ്ടതില്ല. ഈ ഷോൾഡർ കണ്ടതാ, നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റായിട്ടൊരു സൈഡിൽ വെക്കുക. എന്നിട്ട് ഇതാ 1/2 ഇഞ്ച് വിട്ടിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മുടെ ആ കട്ട് വരുന്നില്ല, എക്സ്ട്രാ എടുത്ത ആ ഒരു കട്ട് വരുന്നത് വരെ മാത്രം സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. കറക്റ്റ് ആ ഒരു പോയിന്റ് വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഈ 2 ഷോൾഡറും ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ, അതായത് 1/2 ഇഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തും ഇതുപോലെ എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ കട്ട് ചെയ്തത് വരെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ 2 വശത്തും എക്സ്ട്രാ ഉള്ള പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടുതലുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. 2 സൈഡിലും അങ്ങനെ തന്നെ വരണം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഷോൾഡർ ആയിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഈ 2 ഭാഗവും ഇതിങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം, അതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളിതാ കറക്റ്റായിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ആ ഒരു പീസില്ലേ, അത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ, ബാക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗം എവിടെയാണോ വരുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മറ്റേ ഭാഗവും ഇതുപോലെ കറക്റ്റ് ആ ഒരു സെൻറ്റർ പോയിന്റിൽ വരുന്ന വിധം വെച്ച് കൊടുക്കാം. എന്നിട്ട് എവിടെയാണോ ആ സെൻറ്റർ പോയിന്റ് കിട്ടുന്നത് ആ ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ 4 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്കിത് രണ്ടും വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. റെഡിൻ്റെ ഭാഗത്തും അതുപോലെ മറ്റേ ക്ലോത്ത് അതിൻ്റെ ഭാഗത്തും വരുന്ന വിധം നല്ല വശവും വരുന്ന വിധം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു അളവില്ലേ, ഇപ്പോൾ ആ നെക്കിൻ്റെ സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കിതിനെ ചെയ്യേണ്ടത് ഇതുപോലെ കൃത്യമായ അളവിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഡയറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്.
കണ്ടോ, ഇപ്പോൾ നമ്മളിത് കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മുടെ ഷോൾഡർ വിട്ടിട്ടുള്ള ഭാഗം വരുന്നില്ല, അവിടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കൃത്യമായി നമുക്ക് തിരിച്ചിടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഷോൾഡർ ജോയിൻ്റ് ചെയ്തത് വരെ, അതായത് നെക്ക് നമ്മളിപ്പോൾ ജോയിൻ്റ് ചെയ്തില്ലേ അവിടെ മുതൽ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ബാക്ക് പോർഷനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മളിത് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത പോയിന്റിലേക്ക് കറക്റ്റ് വെച്ചിട്ട് ഇതാ ഈ ഒരു ഭാഗം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കൃത്യമായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കൃത്യമായി സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ നെക്ക് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും ഒരു നെക്കും ആണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അളവുകളിലൊന്നും വലിയ കൺഫ്യൂഷനൊന്നും വരാനില്ല, വളരെ ഈസിയാണ്. അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.